കണ്ണൂരിൽ ആന ഇറങ്ങൂ എന്നാണോ? ആനയല്ല കേട്ടോ, അവിടെ ഇറങ്ങിയത് കടുവയാണ്. കണ്ണൂർ കൊട്ടിയൂരിൽ കൃഷിയിടത്തിലെ കമ്പിവേലിയിൽ കുടുങ്ങിയ കടുവയെ മയക്കുവെടി വെച്ച് മാറ്റാൻ ആലോചന. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉന്നത ഉദ്യോഗസ്ഥരോട് അനുമതി തേടി. മയക്കുവെടി വെക്കാതെ കടുവയെ പിടികൂടാൻ ശ്രമിക്കുന്നത് അപകടമുണ്ടാക്കും എന്ന നിഗമനത്തെ തുടർന്നാണ് തീരുമാനം. ഇന്ന് പുലർച്ചെ നാട്ടുകാരാണ് കടുവയെ കമ്പിവേലിയിൽ കുടുങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. വിവരങ്ങളുമായി അർജുൻ കല്യാണി ചേരുന്നു. അർജുൻ, ഇന്നിപ്പോൾ കണ്ണൂരിന് കിട്ടിയതൊരു കടുവയാണ്. എന്താണ് കടുവയുടെ അവസ്ഥ? ഇപ്പോൾ ആളുകളെ ആ പരിസരത്തേക്ക് അടുപ്പിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കടുവയെ ഇനി മയക്കുവെടി വെച്ച് പിടികൂടി കൂട്ടിലാക്കാൻ എത്ര സമയമെടുക്കും? അരുൺകുമാർ, ഇന്ന് പുലർച്ചെ 4 മണിയോടുകൂടി റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികളാണ് ഈ കൊട്ടിയൂർ ഈ പറയുന്ന പ്രദേശത്ത് കടുവയെ കാണുകയും ചെയ്തിട്ടുള്ളത്. അതിന് തൊട്ടു പിന്നാലെ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെല്ലാം ആ സ്ഥലത്തേക്ക് എത്തുകയും ചെയ്തു. പന്നിയാമലയിലാണ് ഈ കടുവയെ കണ്ടത്. തൊട്ടു പിന്നാലെ തന്നെ ഈ കടുവയുടെ കാല് ഒരു കമ്പിവേലിയിൽ കുടുങ്ങിയതാണ് ഈ കടുവ അവിടെ തന്നെ നിൽക്കാനുള്ള കാരണമായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഒരുപക്ഷെ മയക്കുവെടി വെക്കാതെ പിടികൂടുന്ന സാഹചര്യം അപകടകരമാണ്. കാരണം ഏതെങ്കിലും തരത്തിൽ കടുവ ഈ നിയന്ത്രണത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ വലയൊക്കെ ഭേദിച്ച് അല്ലെങ്കിൽ ആ പ്രദേശത്തെ മറ്റ് മേഖലയിലേക്കൊക്കെ പോവുകയാണെങ്കിൽ അത് അപകടകരമായ സാഹചര്യമാണ് എന്നത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ അതിന്റെ ഒരു ആലോചനയിലേക്ക് വനംവകുപ്പ് കടന്നിട്ടുള്ളത്. അതിനുള്ള അനുമതിക്കായി ഉന്നത വനംവകുപ്പ് ഉദ്യോഗസ്ഥരോട് അനുമതി തേടിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് മണത്തണ ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. അർജുൻ കല്യാണേ, ഈ കടുവ വലയിൽ വീണത് മനസ്സിലാക്കാം. അർജുൻ ഏതെങ്കിലും വലയിൽ കുടുങ്ങിയോ? എന്തോ ഒരു ശബ്ദത്തിനൊരു ബുദ്ധിമുട്ട് പോലെ. സഞ്ചരിക്കുന്ന, അതായത് നമ്മൾ നടന്നു പോകുന്നതിന്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടാണ് അരുൺകുമാർ. അതായത് ഈ മേഖലയെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ജനവാസ മേഖലയാണ്. അതുകൊണ്ട് തന്നെ വാഹനങ്ങളൊന്നും തന്നെ അങ്ങോട്ട് കടത്തിവിടുന്നില്ല. നമ്മളെ ആ പ്രദേശത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അർജുന സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് എന്താണ്? ഇത് പൂർണ്ണമായും ആരോഗ്യമുള്ള കടുവ തന്നെയാണോ? തീർച്ചയായിട്ടും അരുൺകുമാർ, നമുക്ക് ലഭ്യമായിട്ടുള്ള, കാരണം പുലർച്ചെ 4 മണിക്ക് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഈ സ്ഥലത്തേക്ക് എത്തി ആൾക്കാരെല്ലാം അവിടുന്ന് മാറ്റിയിട്ടുണ്ട്. നമുക്ക് കൃത്യമായ രീതിയിലുള്ള ഒറ്റൊരു ദൃശ്യം, അതായത് രാവിലെ അവിടെ ഉണ്ടായിരുന്ന ഒരാൾ പകർത്തിയ ഒരു ദൃശ്യം മാത്രമാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ആ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കാണാൻ വളരെ വലിപ്പമുള്ള ഒരു കടുവയാണ് ഈ കമ്പിവേലിയിൽ കുടുങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മറ്റ് പ്രശ്നങ്ങളൊന്നും ഈ കടുവയുടെ ആരോഗ്യത്തിനില്ല. നല്ല ആരോഗ്യമായിട്ടാണ് ഇരിക്കുകയാണ്. പക്ഷെ കാല് ഈ കമ്പിവേലിക്കകത്ത് കുടുങ്ങിയതാണ് ഇപ്പൊ പ്രശ്നമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കടുവയുടെ കാലിന് ചെറിയ പരിക്കേറ്റതായും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ആൾക്കാരെ എല്ലാം തന്നെ ഒരാളെ പോലും ആ മേഖലയിലേക്ക് കടത്തിവിടാതെ വളരെ സുരക്ഷിതമായി. ശരി അർജുൻ, എന്തായാലും കടുവയുടെ അടുത്തെത്തി വിശേഷങ്ങളൊക്കെ ചോദിച്ച കാര്യങ്ങൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. അർജുൻ ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ ഈ വലയിൽ കുടുങ്ങിക്കിടക്കുന്ന മുള്ളുവേലിയിലാണ് ശരിക്കും കുടുങ്ങിക്കിടക്കുന്നത്. ആ കടുവയുടെ അടുത്തേക്ക് എത്തും. വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമുണ്ട്. മയക്കുവെടി വെച്ചതിന് ശേഷമായിരിക്കും ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവാനായ കടുവയെ മാറ്റുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ കണ്ണൂരിലൊരു കടുവ ഇറങ്ങിയിരിക്കുന്നു, വയനാട്ടിലൊരു ആന ഇറങ്ങിയിരിക്കുന്നു, മറ്റൊരിടത്തൊരു പുലി ഇറങ്ങിയിരിക്കുന്നു. ഇതൊക്കെ തന്നെയാണ് ഇപ്പോഴത്തെ വാർത്ത.